പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മീലാദ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഒരു പൊതു ആഘോഷമാണെന്നും പ്രവാചകനെ അടുത്തറിയാൻ പുതിയ തലമുറ ശ്രമിക്കണമെന്നും വാടനപ്പള്ളി തെക്കേ മഹല്ല ഖത്തീബ് ഉമർ ബാഖവി പഴയന്നൂർ അഭിപ്രായപ്പെട്ടു. പ്രവാചകൻ പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയത്തിൽ തൃത്തല്ലൂർ വെസ്റ്റ് മുഹമ്മദിയ മദ്രസയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ മീലാദ് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. പ്രകടനങ്ങൾ ഉണ്ടാവാം, ആത്മീയമായിരിക്കുന്ന അടയാളങ്ങൾ ഉണ്ടാവാം. എന്താ ഭൗതികമായ പ്രകടനം? നമ്മുടെ നാടുകളിൽ ജമാഅത്തിനെ കാണാത്ത, ഹദ്ദാദിനിരിക്കാത്ത, ഒരു പക്ഷേ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു സ്വലാത്ത് ചൊല്ലാതെ ദുആ ചെയ്യാതെ എഴുന്നേറ്റ് പോകുന്നവനേക്കാൾ നല്ലവനായി നാട്ടിൽ ഉപദ്രവിക്കാത്ത ഒരു മനുഷ്യന്റെ സ്വലാത്ത് മുടക്കാത്ത, അമല് മുടക്കാത്ത, നന്ദി കേട് കാണിക്കാത്ത സാധാരണക്കാർ മുടി നീട്ടി വളർത്തിയിട്ടുണ്ടാകാം. റബീഉൽ അവ്വലിന്റെ പൊന്നമ്പിളി ചക്രവാളത്തിൽ ഉദിച്ചു കഴിഞ്ഞാൽ, സ്വീകരിച്ചു കഴിഞ്ഞാൽ അവന്റെ വീടുകൾ അലങ്കാരമായി, തെരുവുകൾ അലങ്കരിക്കലായി, മാലകൾ തെളിയിക്കലായി, അരങ്ങുകെട്ടലായി. പുണ്യ റബീഇന്റെ 12ന്റെ പ്രഭാതത്തിൽ ഉദിച്ചു കഴിഞ്ഞാൽ അവൻ നന്നായിട്ടൊന്ന് കുളിച്ചൊരുങ്ങുകയാണ്. അന്ന് വരെ മദ്രസ പ്രസിഡന്റ് എ മുഹമ്മദ് അധ്യക്ഷനായി. മുഹമ്മദിയ സ്വദർ മുഅല്ലിം മുഹമ്മദ് ബദരി ഉദ്ഘാടനം ചെയ്തു. മദ്രസ സെക്രട്ടറി എ ജാഫർ, ട്രഷറർ ടി റഫീഖ്, സ്വാഗത സംഘം ചെയർമാൻ ടി അബ്ദുന്നൂർ, കൺവീനർ എച്ച് അസ്കാഫ്, അധ്യാപകരായ മുഹമ്മദ് നസീം ഫൈസി, അബ്ദുൽ ജലീൽ അഷ്റഫി, അബൂബക്കർ സിദ്ദീഖ് ദാരിമി, മുഹമ്മദ് സാലിഹ് ഫൈസി സ്വാബിരി, കമ്മിറ്റി അംഗങ്ങളായ എം ഹനീഫ ഹാജി, എ അബ്ദുള്ള മോൻ, എ ജാബിർ, PS റിനാസ്, PA ഉമ്മർ, PM അബ്ദുൾ മജീദ്, ഗൾഫ് കമ്മിറ്റി പ്രതിനിധി അബ്ദു റസാഖ് ഹാജി എന്നിവർ പ്രസംഗിച്ചു. മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.